നാളെ ഗവർണർ നയം പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാന നിയമസഭയുടെ അകത്തും പുറത്തും രാഷ്ട്രീയം ഏത് രീതിയിലാണ് പോകുന്നത് എന്നാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ JR പത്മകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവർ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സഭയുടെ ഈ സർക്കാരിന്റെ അവസാനത്തെ സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ്. നാളെ ബഡ്ജറ്റ് സമ്മേളനം എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു സാങ്കേതികത കൂടിയുണ്ട്. നയപ്രഖ്യാപനത്തിനുമൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമ്മേളനം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ വിവാദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയ വിവാദങ്ങൾ ഉണ്ടാകാൻ പോകുന്ന പ്രതീക്ഷയിലുമാണ് രാഷ്ട്രീയ കേരളം. ഈ പുറത്തേക്ക് വന്ന മൊഴികളും ഒക്കെ സഭയ്ക്കകത്ത് വലിയ വിഷയമാകും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ പുറത്ത് ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന പ്രതിപക്ഷം? അകത്തും പുറത്തും ഏത് രീതിയിലുള്ള തന്ത്രങ്ങളിലൂടെയാണ് പോകാൻ പോകുന്നത്? തന്ത്രങ്ങൾ നാളെ സഭ ചേരുമ്പോഴെടുക്കേണ്ടതാണ് LDF. അതവർ നാളെ എടുക്കുന്നത് അഡ്വാൻസായി പറയേണ്ടതല്ല. അപ്പോൾ അതിശക്തിയായ വിമർശനം ഈ ഗവൺമെൻറ്റിനെതിരായി കൊണ്ടുവരും. യഥാർത്ഥത്തിൽ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ മാണിക്ക് തന്നെ അർഹതയില്ലെന്ന് പറഞ്ഞ പോലെ ശ്രീ ഉമ്മൻചാണ്ടിക്ക് തീരെ അർഹതയില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി വേണം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ. മാണിയെ കൊണ്ട് അവതരിപ്പിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി. പക്ഷേ അത് മാണി തന്നെ ഔചിത്യമല്ലെന്ന് കണ്ട് പിന്മാറുകയാണ് ചെയ്തിരിക്കുന്നത്. സഭയ്ക്ക് പുറത്ത് തീർച്ചയായും ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഉയർന്നു വരും. ഇത് രണ്ടും ഈ സഭ സമ്മേളിക്കുമ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചേരുന്ന അവസരത്തിൽ ഗവൺമെൻറ് ഇത്രയേറെ അപമാനിതമായ ആക്ഷേപ ശരങ്ങൾക്ക് വിധേയമായ ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ വിചാരണ നടന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മന്ത്രിമാരും. ആ വിചാരണ ജനങ്ങളുടെ ഇടയിലെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ്. സഭയുടെ അകത്തുള്ള ചർച്ചയേക്കാൾ ഏറെ ജനങ്ങളുടെ ഇടയിൽ ആകെ ചർച്ച ചെയ്യപ്പെടുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഗവൺമെൻറ്റാണ് നാളെ നിയമസഭ വിളിച്ചു കൂട്ടി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുക എന്നുള്ള നിലയിൽ എതിർപ്പ് എത്ര ശക്തമായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ എതിർപ്പ് സ്വാഭാവികമായി ജനങ്ങളുടെ ഈ വികാരം സഭയ്ക്കകത്തും പ്രകടിപ്പിക്കും. അതായിരിക്കും അടിയെടുക്കുന്നത്. എങ്ങനെയൊക്കെയാണ് അത് പ്രകടിപ്പിക്കുക എന്നുള്ളതൊക്കെ നാളെ സഭ ചേരുമ്പോൾ നമുക്ക് കാത്തിരുന്നു. അത് നിയമസഭയ്ക്ക് അകത്തെ കാര്യം. പക്ഷേ പുറത്തും വലിയ സമരങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിയമസഭ ചേരുന്ന സമയത്ത് നിങ്ങളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ചില സമരങ്ങളൊക്കെ തന്നെ. ഈ പുറത്തെ നിങ്ങളുടെ സമരങ്ങളിലൂടെ ഇപ്പോൾ സഭ നടക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന് ഉള്ള ഒരുക്കം എന്നുള്ള നിലയ്ക്കാണോ ഈ സമരത്തെ കാണുന്നത്? അതോ നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ ഒരു തുടർച്ചയായി മാത്രം കണ്ടാൽ മതിയോ? അല്ല, തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം ഇതുമായിട്ടൊരു ബന്ധമില്ല. തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി ഏപ്രിൽ മാസത്തിൽ നടത്തണമെന്ന് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും നടത്തി വരുന്നുണ്ട്. ഇവിടെ ഈ നടന്നു വന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുടെയും സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ മന്ത്രി KC ജോസഫ് ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ ആരെയും പേടിക്കുന്ന ആളൊന്നുമല്ല, അദ്ദേഹം പോകേണ്ടിടത്തൊക്കെ പോകും. പക്ഷേ ഇന്ന് തൃശ്ശൂരിലെ പരിപാടി ക്യാൻസൽ ചെയ്ത് അദ്ദേഹം ഏറ്റ നിരവധി പരിപാടികൾ ഈ സോളാർ കമ്മീഷനിൽ അദ്ദേഹം ഹാജരായതിനു ശേഷം സരിതയുടെ മൊഴിയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു ധൈര്യക്കുറവുണ്ട്. വീമ്പിളക്കുകയാണ് ജനങ്ങളെ. അന്ന് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ജനങ്ങൾ എത്ര പരിശോധിച്ചാലും അതിലൂടെയൊക്കെ പോകാനുള്ള ആർജ്ജമുണ്ടാതാണ്. അങ്ങനെ പറയുന്ന ധിക്കാരികളായ ഭരണാധികാരികൾ ഭരിക്കുന്ന ഒരു നിയമസഭയിൽ എങ്ങനെയാണ് പ്രതിഷേധമില്ലാതെ പോവുക? KC ജോസഫ് ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം തന്നെ 16-ാം തീയതി കോടതിയുടെ മുമ്പിൽ പോയി ഇക്ഷ വരയ്ക്കാൻ പോവുകയാണ് കോടതിയെക്കുറിച്ച് പറഞ്ഞ പരാമർശത്തിന്. ഇന്നിപ്പോൾ അവരുടെ പത്രം തന്നെ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ഈ കോടതിയും ജഡ്ജിമാരുമൊക്കെ തെരുവിലിട്ട് അലക്കാവുന്നവർ തന്നെയാണ്, അത് വലിയ പ്രശ്നമൊന്നുമില്ല. കോടതിയെ ജഡ്ജിമാർ ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരായ ഒരു പരാമർശനം കൊണ്ടുവന്നാൽ അതുപോലും സഹിഷ്ണുതയോടുകൂടി കാണാനുള്ള ഒരു നില അല്ല ഇന്ന് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നത്. കോടതി ഇനി എന്ത് തീരുമാനം വന്നാലും, കമ്മീഷൻ എന്ത് തീരുമാനം വന്നാലും ജനങ്ങളുടെ കോടതി ചർച്ച ചെയ്ത് അവരുടെ ആ കോടതികളിലൊക്കെ ഒരു തീരുമാനമിട്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഗവൺമെൻറ് തന്നെയാണ്. മന്ത്രിമാർ ഇവരെല്ലാം അതിൽ പെടുന്നതാണ് എന്ന് ജനങ്ങളുടെ കോടതി ഇപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. ശ്രീ JR പത്മകുമാർ, BJP നിയമസഭയ്ക്ക് പുറത്താണ് നിങ്ങളുടെ തന്ത്രങ്ങളും നിങ്ങളുടെ പ്രചരണവും ഒക്കെ നടത്താനുള്ള സാധ്യതയുള്ളത്. അത് നിങ്ങൾ ഇത്രയും ദിവസം UDF സർക്കാരിനെതിരെ, ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ ശക്തിയിൽ തന്നെയാണോ നാളെ മുതലും നിങ്ങളുടെ സമരം ഉണ്ടാകുക? കാരണം നാളെ മുഖ്യപ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങളുടെ സ്പേസും നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ഏത് രീതിയിലാണ് നിങ്ങൾ തുടർന്നു കൊണ്ടുപോവുക? തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ സമരത്തിൻ്റെ ശക്തി കുറയുമോ? ഒന്നും കുറയില്ല. ഇപ്പം കേരളത്തിലെ നമ്മുടെ നിയമസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രമാത്രം പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണം ഉണ്ടായിട്ടുള്ള വേറൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 68ഓളം പ്രതിപക്ഷ അംഗങ്ങളുണ്ടായിട്ട്
ഉമ്മൻചാണ്ടി ഇത്രമാത്രം 5 വർഷക്കാലം വളരെ സുഖകരമായിട്ട് ഭരിക്കാൻ ഈ അഴിമതി നടത്താൻ അവസരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഒരു വീഴ്ചയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോട് പറയാൻ പോകുന്നൊരു കാര്യം, ഞങ്ങൾക്കൊരു പ്രാതിനിധ്യം 2 MLA-മാർ ഇതിനകത്തുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ഇതുമായി സുഖമായി ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ ഞങ്ങൾ അതുപോലെ തന്നെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ നാളെ ഒരുപക്ഷെ നിയമസഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാകാം. ഇവർ രണ്ടുപേരുടെയും കൂടെ ഈ പ്രശ്നങ്ങളും ഈ സമരങ്ങളും എല്ലാം ചക്കളത്തിൽ പോരാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. പരസ്പരം സഹായിക്കുന്ന മുന്നണികളാണ്. അതുകൊണ്ട് ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ LDF-നെ സഹായിക്കും, LDF അധികാരത്തിൽ വന്നാൽ UDF-നെ സഹായിക്കും. പൊതുവെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ചില പരിപാടികൾ എന്ന് മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുക. അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാൻ. അതായത് UDF-ന്റെ സർക്കാരിനെതിരെയുള്ള പ്രചരണത്തിനേക്കാൾ കൂടുതലായി നിങ്ങൾ പതിവ് പോലെ ഇപ്പോൾ ഊന്നാൻ പോകുന്നത് പ്രതിപക്ഷത്തിൻ്റെ നിരയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. പ്രതിപക്ഷത്ത് 1-2 സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ ഭരണത്തിലേക്ക് കയറാനുള്ള പരിപാടികൾ നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പോകുക എന്നുള്ളതല്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിപക്ഷത്തിന്റെ റോള് വഹിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതാണ് കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. അത് ജനങ്ങളോട് ഉറപ്പിച്ച് പറയുക. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ മുഖ്യമന്ത്രിയെ തടഞ്ഞ കാര്യമൊക്കെ ബഹുമാന്യ ആനത്തലവട്ടം പറഞ്ഞു. കണ്ണൂരിൽ തടഞ്ഞു. 2 MLA-മാർക്കെതിരായിട്ട് പോലീസ് അന്വേഷണം വന്ന് ചാർജ് വന്ന് എന്ത് നടപടിയെടുത്തു? അറസ്റ്റ് ചെയ്തോ? ബീനമോൾ ഇടുക്കിയിൽ ഒരു ബ്ലോക്ക് ഡെവലപ്മെന്റ് RDO ഒക്കെ ആക്രമിച്ചു, കേസിൽ പ്രതിയാണ്, നടപടിയെടുത്തു. അപ്പോൾ ഇവർ പരസ്പരം സഹായിക്കുക എന്നുള്ളൊരു നിലപാട്. അഴിമതിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി UDF-ന്റെ നേതാവായിരുന്ന കുഞ്ഞാലിക്കുട്ടിയെ സഹായിച്ചതാരാ? ഈ ഇളവര കരീമിനെ ഇവിടെ ഇപ്പൊ സഹായിച്ചിട്ടുള്ളതാരാ? ശ്രീ ജയർകുമാർ, ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നുമല്ലല്ലോ. സർക്കാരിനെതിരെ സോളാർ കേസിലുള്ള മൊഴികൾ പുറത്തേക്ക് വരുന്നു. രണ്ടാമത് KM മാണി ധനകാര്യമന്ത്രിയായിരുന്ന ബഡ്ജറ്റ് അവതരിപ്പിച്ച കഴിഞ്ഞ വർഷത്തെ ദിനങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ പുതുതായി ഒരു ബഡ്ജറ്റ് സമ്മേളനമാണ് വരാൻ പോകുന്നത്. ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങളുണ്ട്. ഒപ്പം ഒരു മന്ത്രി രാജിവെച്ചത് തിരിച്ച് വീണ്ടും ആ മന്ത്രി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു, മന്ത്രിയായി തന്നെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ അതെല്ലാം മറന്നുകൊണ്ട് വീണ്ടും നിങ്ങളുടെ ആക്രമണത്തിന്റെ ദിശ തെറ്റുന്നുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ അത് ആ രീതിയിലല്ല. ഇതെല്ലാം UDF ഗവൺമെന്റിന്റെ ഈ അഴിമതിയും ബാക്കി ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രതിപക്ഷം എന്നുള്ള നിലയിൽ യഥാർത്ഥ അതിന്റെ റോൾ നിർവഹിക്കാൻ LDF-ന് കഴിഞ്ഞിട്ടില്ല. അതും ചൂണ്ടിക്കാണിക്കണ്ടേ. ഗ്യാപ്പ് നികത്തുക. ശ്രീ PM സുരേഷ് ബാബുവിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യമുണ്ട്, ഈ പത്മകുമാറും BJP-യുടെ വക്താക്കളും എല്ലാം എപ്പോഴും വന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ CPM-ഉം കോൺഗ്രസും തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ്. ഞാൻ ചോദിട്ടെ, ഇവർ വലിയ പ്രതിപക്ഷമായിരുന്നല്ലോ ഇന്ത്യയിൽ. മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ഭരിച്ച് ഈ അഴിമതിയൊക്കെ നടത്തുമ്പോൾ ഇവർ പാർലമെൻറ്റിൽ എന്താ ചെയ്തത്? അന്ന് നമ്പർ കുറവായിരുന്നെങ്കിൽ പോലും ഈ CPM അന്ന് ഞങ്ങൾക്കുള്ള ശക്തി മുഴുവൻ പ്രയോഗിച്ചുകൊണ്ട് ഈ അഴിമതിയെ പുറത്തു കൊണ്ടുവരുന്നതിന് പാർലമെൻറ്റകത്ത് പോരാടിയത് CPM-ഉം ഇടതുപക്ഷ പാർട്ടികളുമല്ലേ. നിങ്ങളിങ്ങനെ വന്നിരുന്നിട്ട് കേരളത്തെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾ ഇന്ത്യയിൽ കോൺഗ്രസിന് എടുക്കുന്ന സമീപനം എന്ത്? നിങ്ങൾ പാർലമെൻറ്റിൽ ഈ അഴിമതി നടന്നപ്പോൾ എടുത്തോ? ഇവിടെ നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് നിങ്ങളുമായിട്ടല്ലേ ധാരണ ഉള്ളത്? തൊഗാഡിയ ഇവിടെ വന്ന് ഏറ്റവും കടുത്ത വർഗീയ വിഷം വമിക്കുന്ന പ്രസംഗം നടത്തി അദ്ദേഹത്തിനെതിരായിട്ടൊക്കെ എടുത്ത കേസ് ഉമ്മൻചാണ്ടി പിൻവലിച്ചത് നിങ്ങൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? ഈ MG കോളേജിൽ ആ കോളേജ് നടത്താൻ കഴിയാത്ത വിധത്തിൽ അതിനകത്ത് കയറി അധ്യാപകരെയും കുട്ടികളെയും ഒക്കെ തല്ലുകയും അവിടെ ലോ ആൻഡ് ഓർഡർ സൂക്ഷിക്കാൻ വന്ന പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറെ അടിച്ച് മൃതപ്രായനാക്കുകയും ചെയ്ത കേസ് പിൻവലിച്ച് നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലല്ലേ? അതെല്ലാം CPM-ഉം കോൺഗ്രസും തമ്മിലിട്ടുള്ളതായിട്ടാണോ? ഇവിടെ നിങ്ങൾ കൃത്യമായി പറയേണ്ടത്, ഈ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാണിച്ച കൊള്ളരുതായ്മയ്ക്കെതിരായി നിങ്ങളും മറ്റുള്ളവരൊക്കെ തേങ്ങ ഉടയ്ക്കുമ്പോൾ നിങ്ങൾ ചിരട്ട ഉടയ്ക്കുന്നുണ്ട്, ചില സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സിൻസിയറായിട്ടാണെങ്കിൽ ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിനെതിരായി ഈ അഴിമതിക്കെതിരായുള്ള പോരാട്ടത്തിൽ അണിനിരക്കാൻ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് നാളെ നിങ്ങൾക്ക് നിയമസഭയിലും കാണാം, പുറത്തും കാണാം. ഇപ്പോൾ നടക്കുന്ന സമരങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഈ കോടതിയിലെ മൊഴിയൊക്കെ വന്നപ്പോൾ ഒന്ന് പോയിട്ട് ഞാൻ തിരിച്ചു വരാം. ശ്രീ PM സുരേഷ് ബാബു, നാളെ നിങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ എല്ലാ പ്രകടനങ്ങളും ഇതുവരെയുള്ള നിങ്ങളുടെ പെർഫോമൻസുകളും ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു സമ്മേളനമാണ്. സാധാരണ രീതിയിൽ ഒരു സർക്കാർ അത് പറയേണ്ട സമ്മേളനമാണ്. ജനങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതെല്ലാം അവതരിപ്പിക്കേണ്ട ഒരു സമ്മേളനമാണ്. ആ ആത്മവിശ്വാസത്തോടു കൂടിയാണോ നാളെ സമ്മേളനത്തിന് UDF ഒരുങ്ങിയിട്ടുള്ളത്? വളരെ തീർച്ചയായും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ നാളത്തെ സമ്മേളനത്തെ അഭിമുഖീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.
ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നയപ്രഖ്യാപനം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തെ രാഷ്ട്രീയ ഭരണപരമായ സമീപനത്തെക്കുറിച്ചാണ്. പക്ഷേ അത് ഈ നയപ്രഖ്യാപനത്തിൽ അത് വലിയ പ്രസക്തമല്ല. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി മെയ് മാസം വരെ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഈ ഗവൺമെൻറ്റിന് ഒരു ഭരണ തുടർച്ചയുണ്ടാവുന്ന സാഹചര്യം വന്നാൽ അത് ഏത് രൂപത്തിലായിരിക്കും എന്നതിൻ്റെ ഒരു ദിശാസൂചകത്വം ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചോ ഗവൺമെൻറ്റിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചോ യാതൊരു വേവലാതിയുമില്ല. പക്ഷേ പ്രബുദ്ധമായ രാഷ്ട്രീയ കേരളം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ചേട്ടനിലൂടെ ഒരു വളരെ വളരെ എന്താ പറയുക പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനം കേട്ടു. അതിൽ ഞാൻ ആ കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെ കൂടുതലായി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ച് അവരൊന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നെനിക്കുണ്ട്. അത് അദ്ദേഹം CPMൻ്റെ കൂടെ സമരത്തിൽ അണിചേരാൻ BJPയെ ക്ഷണിച്ചിരിക്കുകയാണ് ഈ ചാനലിലൂടെ. ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞിരിക്കുന്നത് അതാണ്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് CPM BJP ബാന്ധവം കേരള രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. എന്റെ സ്നേഹിതൻ സുരേഷ് ബാബുവിനോടൊന്ന് പറയട്ടെ, തിരുത്താൻ BJPക്കാരും നിങ്ങളുമായിട്ടൊരു സന്ധി ഉണ്ടാക്കിയാണ്. ഞാൻ അവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രതീക്ഷിക്കാൻ ക്ഷണിച്ചിട്ടില്ല. ഇവരൊരു നോമിനൽ ചിരട്ട ഉടയ്ക്കുന്ന രീതിയിലുള്ള സമരം നടത്തുകയാണ് BJP ചെയ്യുന്നത്. ഇവർ കോൺഗ്രസിനെതിരായി രോഷം പ്രകടിപ്പിക്കുകയും CPMനെ തെറി പറയുമാണ് അവരാകെ ചെയ്യുന്നത്. അല്ലാതെ അവർ സിൻസിയറായ ഒരു സമരം ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. PM സുരേഷ് ബാബു, എന്തായാലും പ്രതിപക്ഷം എങ്ങനെ ആണ് ഒരുങ്ങിയിരിക്കുന്നത്, അവർ ഏത് രീതിയിലാണ് എന്നുള്ള രാഷ്ട്രീയം നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം. പക്ഷേ ഭരിക്കുന്ന സർക്കാരിനെതിരെയാണ്, ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളിലൊക്കെ കാണേണ്ടത്. അവരതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. ആ കാര്യത്തിൽ CPM അടങ്ങുന്ന LDFൻ്റെ ഒരു ഭാഗം നമുക്കറിയാം, അവരുടെ ഭാഗത്ത് ജനങ്ങളെല്ലാം അണിനിരക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുക. ഇപ്പം നിങ്ങൾ നാളെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നാളെ സഭയിൽ പോകുന്നതെങ്കിൽ, സഭയ്ക്ക് പുറത്തുള്ള സമരത്തെ നിങ്ങൾ ആത്മവിശ്വാസത്തോട് നേരിടുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ നേതൃത്വത്തിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പക്ഷേ UDFൽ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് അങ്ങേക്ക് നെഞ്ചിൽ കൈവച്ച് പറയാമോ? അതിന് പിന്നെ ആ ഒരു വസ്തുത ഞാൻ ലാലിൻ്റെ പ്രസ്താവനയുടെ ആദ്യ ഭാഗം ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഭാഗ്യവശാൽ ഇപ്പോഴത്തെ ഭരണകക്ഷിയാണ്, ഭരണ സംവിധാനവുമാണ്. ആ ഭരണ സംവിധാനത്തിൽ പിന്നെ എതിർക്കുന്നവരുടെ പട്ടികയിലാണ് LDFും BJPയും നിലകൊള്ളുന്നത്. അപ്പോൾ അതിന് സ്വാഭാവികമായും എതിർപ്പിൻ്റെ മേഖലകളിൽ സാമാന്യത കാണാം, അതിനൊരു ഐക്യരൂപ്യം കാണാം. അതിലൊന്നും എനിക്ക് തെറ്റില്ല, അതിലൊന്നും ഞാൻ കുറ്റം പറയില്ല. ഒരു തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ആ തെറ്റ് രണ്ടാളും ഒരേ കണ്ണിലൂടെ കാണുന്നു എന്നുള്ളത് കൊണ്ട് അവർ ഐക്യമുണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ചിരട്ടയാണെങ്കിൽ ചിരട്ട ഉടച്ച് ഞങ്ങളെ കൂടെ വാ എന്നാ പറഞ്ഞിരിക്കുന്നത്. വരുന്നതിനും തെറ്റില്ല, ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾ അതിനോട് പ്രതികരിക്കാതിരിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കെതിരായ രാഷ്ട്രീയമല്ല, മറിച്ച് BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അത് നമ്മൾ കണ്ടതാണ്. ശ്രീ PM സുരേഷ് ബാബു, ശ്രീ ആനന്ദലവട്ടം പറഞ്ഞതിന്റെ അർത്ഥം വേണമെങ്കിൽ PM സുരേഷ് ബാബുവിന് പോലും ഈ സമരത്തിന്റെ ഭാഗമായി അവരോടൊപ്പം ചേരാമെന്ന് ഉള്ള അർത്ഥം തന്നെയാണ് നമ്മൾ അതിന് കാണേണ്ടതുള്ളൂ. അതല്ലാതെ അവരുടെ ആശയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് BJP ഒരുമിച്ച് കൂട്ടി LDFൽ ചേർത്ത് പോകുന്നു എന്ന് വായിച്ചെടുക്കേണ്ടതില്ലല്ലോ. അല്ല, ഞാൻ ആ സമരത്തിനോടൊപ്പം നിൽക്കുന്നതിന്, ഈ സമരമല്ല, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സൈദ്ധാന്തികത്തോട് യോജിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം അന്ധമായ കോൺഗ്രസ് വിരോധ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. കോൺഗ്രസുമായി യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വലിയ കാര്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഇപ്പൊ സമയമില്ല. PM സുരേഷ് ബാബു പറയുന്നത് നമുക്ക് മുഖവിലേക്ക് എടുക്കണമെങ്കിൽ എൻ്റെ ഒരു ചോദ്യമുണ്ട്, അത് പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യം ഞാൻ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ്. ഈ സഭാ സമ്മേളനത്തിലെങ്കിലും ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ള വിവാദ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, സംശയങ്ങൾ എല്ലാം തീർക്കുന്ന രീതിയിലുള്ള മറുപടി സർക്കാരിൽ നിന്ന് ഉണ്ടാകുമോ? പുറത്തെ ജനങ്ങളെ നിങ്ങളും പാർട്ടിയുടെ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ? എന്താണ് പറയുക?
വളരെ തീർച്ചയായും ഉണ്ടാവും. ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയും അങ്ങനെയാണ് എന്താണ് പറയുക നിങ്ങൾ ഈ വന്നിരിക്കുന്ന സംശയങ്ങൾക്കെല്ലാം ഉയർന്നു വന്ന അല്ല അത് നാളെ നിയമസഭയിൽ നിയമസഭയ്ക്കകത്ത് എടുക്കാൻ പോകുന്ന സമീപനത്തെക്കുറിച്ച് ആനന്ദൻ ചേട്ടൻ പറഞ്ഞല്ലോ. അത് നാളെ LDF-ന്റെ ഒരു തീരുമാനമായിട്ട് അവിടെ ഉണ്ടാകുന്നുള്ളത്. ഞങ്ങളുടെ ഡിഫൻസ് എന്താണ് എന്നുള്ളതും നാളെ സഭക്കകത്ത് തന്നെ നമുക്ക് കാണാം. പുറത്ത് ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി വിശദീകരിക്കും, വളരെ പൂർണ്ണമായി രാഷ്ട്രീയമായി വിശദീകരിക്കും. ഇത് അടിസ്ഥാനപരമായ കോൺഗ്രസ് വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തിയിട്ടുള്ള ചില ആരോപണ ലാക്കോടുകൂടിയുള്ള ആരോപണങ്ങളാണ്. അതിൻ്റെ യാഥാർത്ഥ്യബോധം ജനങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ തന്നെ നിൽക്കണം എന്ന ശക്തമായ ആഹ്വാനം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും. PM സുരേഷ് ബാബു, നിങ്ങൾ നാളെ നിയമസഭയ്ക്ക് അകത്തെടുക്കുന്ന തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് പുറത്തിപ്പോൾ പറയേണ്ടതില്ല, അത് തന്ത്രമായി തന്നെ ഇരുന്നു കൊള്ളട്ടെ. പക്ഷേ ചില കാതലായ ചോദ്യങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ടതിന് തന്ത്രത്തിന്റെ ഭാഗമായി കൂട്ടി നാളത്തേക്ക് മാറ്റി വെക്കേണ്ടതുണ്ടോ? ചില മൊഴികൾ പുറത്തു വന്നതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, ബാർ കോഴയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പുതിയ ആരോപണങ്ങൾ, ഒപ്പം രാജിവെച്ച മന്ത്രി തിരിച്ചു വന്നത്, മുൻപ് രാജിവെച്ച ഒരു മന്ത്രിയെ കൂടി ക്ഷണിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത്, ഇതൊക്കെ ഏത് രീതിയിലാണ് നിങ്ങൾ പറയുക എന്നുള്ളത് തന്ത്രമായി കണ്ട് മാറ്റിവെക്കുകയാണോ, അതോ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഈ കാര്യങ്ങളിൽ? ഈ കാര്യങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിന്റെ മുന്നിൽ വളരെ പച്ചയായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീ ബാബുവിന്റെ ചാർജ് സ്വീകരിക്കേണ്ടതില്ല, അതിന്റെ കാരണങ്ങൾ ഇന്നതാണ്. തൃശൂർ വിജിലൻസ് കോടതി FIR ഇടണം എന്ന് പറഞ്ഞ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ധാർമ്മികതയുടെ പേരിൽ ശ്രീ ബാബു രാജിവെച്ചത്. ആ രാജിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ UDF യോഗം ചേർന്ന് ഹൈക്കോടതി ഈ നടപടി സ്റ്റേ ചെയ്തത് പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനോട് തിരികെ വരണം എന്നാവശ്യപ്പെടുകയും മനമില്ലാ മനസ്സോടെയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം തിരികെ വന്നതും ഇതേ ഞാൻ അതിന്റെ സാങ്കേതിക വശങ്ങളിലേക്കൊക്കെ കടക്കാം. ഞാനൊരു കോടതിയിൽ പോകുന്ന ഒരു വക്കീലാണ്. അതിന്റെ ആന്തരികാർത്ഥം 2 മാസത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേ ആണോ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അതിന്റെ പ്രായോഗികതയെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഒരു ചോദ്യം കൂടി ഞാൻ ഈ ഘട്ടത്തിൽ ചോദിച്ചിട്ട് മറ്റ് അതിഥികളിലേക്ക് ഒന്നുകൂടി വിശദീകരണത്തിന് എത്തുകയാണ്. ശ്രീ PM സുരേഷ് ബാബു, ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ 4-4.5 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സർക്കാരിന്റെ കാലാവധി അങ്ങ് പറഞ്ഞ പോലെ അവസാനിക്കാൻ പോകുന്നു. അവസാനത്തെ നിയമസഭാ സമ്മേളനം. ഇപ്പോഴും നിങ്ങൾ തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് വെളിപ്പെടുത്തുന്നില്ല. കാര്യങ്ങളൊക്കെ ഇനിയും ആളുകൾക്ക് മനസ്സിലാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ചില ധാർമ്മിക പ്രശ്നങ്ങളുടെ പേരിലെങ്കിലും രാജി എന്നുള്ള കാര്യത്തിൽ ഇനി ആരും ഈ കേരളത്തിൽ ഒരു വാക്കും മിണ്ടേണ്ടതില്ല എന്നൊരു കീഴ്വഴക്കത്തിന് നിങ്ങളുടെ സർക്കാർ തുടക്കമിട്ടിരിക്കുകയല്ലേ? അല്ല, അത്തരമൊരു കീഴ്വഴക്കം ഈ നടപടികളിലൂടെ ഉണ്ടാകുമോ എന്നത് വളരെ പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതിനകത്ത് ഞങ്ങളും ചില രാഷ്ട്രീയങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏത് തരത്തിലുള്ള പരാമർശങ്ങൾക്ക് വേണ്ടിയാണ് അഥവാ ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് രാജി ഉണ്ടാകേണ്ടത്, ഏതൊക്കെ ആരോപണങ്ങൾക്കാണ് തുടങ്ങിയതിനെക്കുറിച്ചൊരു പൊതു ചർച്ച കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാകണം. അതല്ലാതെ ഒരു അർജി കൊടുക്കുകയും ആ അർജിയിൽ ഒരു ഉത്തരവുണ്ടാവുകയും ചെയ്യുമ്പോൾ രാജിവെക്കുക എന്നൊക്കെ പറയുന്നത് ഭരണഘടനാനുസൃതമായി സംജാതമായ സംവിധാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സുരേഷ് ബാബു, ഭരണഘടനാനുസൃതമായിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ ജുഡീഷ്യറിയും. ആ ജുഡീഷ്യറിയാണ് ഈ ഭരണകർത്താക്കൾ ചെയ്യുന്ന കാര്യങ്ങളെ നോക്കി കണ്ട് തിരുത്താനുള്ള അവസരം ഒരുക്കേണ്ടത്. അവർ പറയുന്നതൊന്നും ഭരണഘടനയുടെ ഭാഗമല്ല. അത് കേൾക്കേണ്ടതില്ല. ആരെങ്കിലും അറിഞ്ഞു കൊടുക്കുമ്പോൾ അത് കേട്ട് അവർ അഭിപ്രായം പറയുന്നതിന് വില കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് എന്ത് തരം ഭരണഘടനാനുസൃതമാണ്? അല്ല, അങ്ങനെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു പൊതു ഫ്രേസ് ഉണ്ടാക്കിയതാണ്. പൊതുവായ ഒരു തത്വമാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യത്തിൽ കൺസിഡേർഡ് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഇന്ത്യൻ ലീഗൽ ടെർമിനോളജിയിലുണ്ട്. കൺസിഡേർഡ് ഒപ്പീനിയൻ. ഇതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരും. ശ്രീ PM സുരേഷ് ബാബു, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചെത്താം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കൺസിഡേർഡ് എന്തോ അദ്ദേഹം പറഞ്ഞു, ആ ഒരു ഫ്രേസ് അങ്ങേക്ക് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ശ്രീ PM സുരേഷ് ബാബു, എന്താണ് ആ ഫ്രേസ്?
കൺസിഡേർഡ് ഒപ്പീനിയൻ ഞാൻ തിരിച്ചെത്താം. ശ്രീ ആനത്തലവട്ടം, ഈ കൺസിഡേർഡ് ഒപ്പീനിയനുമായിട്ടൊക്കെയാണ് ശ്രീ PM സുരേഷ് ബാബു ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോകാൻ പോകുന്നത്. നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഇതൊക്കെ ഈ തത്വങ്ങളൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇത്തരം തന്ത്രങ്ങളും ഒക്കെ എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ നിലപാടുകളും സമരങ്ങളും ഒക്കെ ഈ കൺസിഡേർഡ് ഒപ്പീനിയനിൽ തള്ളിപ്പോകും, ഇതാണ് അവരുടെ പ്രതീക്ഷ. അല്ല, ഞാൻ എൻ്റെ സ്നേഹിതൻ സുരേഷ് ബാബു ജവഹർലാൽ നെഹ്റു ഈ ഇന്ത്യൻ പാർലമെൻറ്റിൽ സൃഷ്ടിച്ച ഒരു കീഴ്വഴക്കമുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഉയർന്ന മാനദണ്ഡം ഉയർത്തിപ്പിടിച്ച ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന TD കൃഷ്ണമാചാര്യ സമശീർഷനായ ഒരു ദേശീയ നേതാവായിരുന്നു, ധനകാര്യമന്ത്രി. 25 ലക്ഷം രൂപയുടെ മുണ്ട്ര കുംഭകോണം സംബന്ധിച്ച ഒരു ആരോപണം വന്നപ്പോൾ ഒരു കോടതിയിലും പോയില്ല, ഒരു കേസിലും പോയില്ല, പാർലമെൻറ്റിൽ ഒരു അംഗം ഉന്നയിച്ചതേ ഉള്ളൂ. ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഇങ്ങനെ ഒരു ഒപ്പീനിയൻ വന്നിരിക്കുന്നു, നമുക്കത് ഭൂഷണമല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ രാജി എഴുതി കൊടുക്കുകയും ജവഹർലാൽ നെഹ്റു അത് അംഗീകരിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമുണ്ട്. അത് ഈ കൺസിഡേർഡ് ഒപ്പീനിയൻ വന്നതിന് ശേഷമാണോ? ശ്രീ AK ആൻ്റണി പഞ്ചസാര വാങ്ങിയ ഇടപാടിൽ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ വല്ല കോടതി നിരീക്ഷണവും വന്നോ, വല്ല വിധിയും വന്നോ? അദ്ദേഹം ആ മാന്യത ജനാധിപത്യ മൂല്യമാണ്. ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഭരിക്കുന്നവരെക്കുറിച്ച് ഇതേപോലെ ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ തൽസ്ഥാനത്ത് നിന്ന് മാറി ഇവരുടെ ആരുടെയെങ്കിലും മാന്യതയ്ക്ക് വല്ല കുറവും സംഭവിച്ചോ? TD കൃഷ്ണമാചാര്യയുടെയോ AK ആൻ്റണിയുടെയോ? ഇല്ലല്ലോ. ഇവിടെ കോടതികളിൽ വിധി വരികയാണ്, പരാമർശനം വരികയാണ്. ഇവിടെ ഈ കേരളത്തിൽ തന്നെയുള്ള അനുഭവം ഉണ്ടല്ലോ. ശ്രീ ഉമ്മൻചാണ്ടി അടക്കം രാജിവെക്കാൻ പറഞ്ഞ് കരുണാകരനെതിരായി ഒരു പരാമർശം വന്നു. അതിനെതിരായി കരുണാകരൻ തുടരുന്ന അല്ല, ഒരു കൊച്ചു കുട്ടിക്ക് പോലും അറിയാം കരുണാകരൻ ഇത് ചെയ്താണെന്ന് പറഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടി, KP വിശ്വനാഥൻ്റെ പേരിൽ അതല്ലേ, അതുപോലെ തന്നെ രാമേന്ദ്രൻ മാസ്റ്ററുടെ പേരിൽ അതല്ലേ, ഇങ്ങനെയുള്ള എത്രയോ പ്രീസിഡൻറ്റ് നമ്മുടെ മുമ്പിലില്ലേ? അതാണോ ജനാധിപത്യത്തിലെ കീഴ്വഴക്കമായി എടുക്കേണ്ടത്? അതല്ല, കോടതി ശിക്ഷിച്ചാലും അതിൻ്റെ മേൽ അപ്പീൽ പോകുകയെ അതിനകത്തൊരു പഴുത് കണ്ടുപിടിച്ച് അവിടെ പറ്റിപ്പിടിച്ചിരിക്കലാണോ? എൻ്റെ സ്നേഹിതൻ പറഞ്ഞു ധാർമ്മികതയുടെ പേരിലാണ് ബാബു രാജി സമർപ്പിച്ചത്. ശരി, ബാബുവും പറഞ്ഞു ഞാൻ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നു, എന്നെ ശിക്ഷിച്ചിട്ടില്ല, എങ്കിലും എൻ്റെ പരാമർശം FIR ഇട്ട് കേസ് രജിസ്റ്റർ വിജിലൻസ് കോടതി പറഞ്ഞുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. അതേ കോടതി ഒരു കാര്യം പറഞ്ഞു, 10 ദിവസത്തിനകത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണം. അത് സ്റ്റേ ചെയ്തിട്ടില്ല. ആ 10 ദിവസം അങ്ങനെ ഒരു സ്റ്റേ പിന്നീട് ഹൈക്കോടതിയിൽ വന്നത് ഈ FIR ഇട്ട് കേസെടുക്കാൻ പറഞ്ഞ് ധൃതിയിലായിപ്പോയി, അതിനാണ് സ്റ്റേ കൊടുത്തത്. അതിൻ്റെ അന്തിമ വിധിയും വിചാരണ നടത്തി വിധിയും വന്നിട്ടില്ല. ആ വിജിലൻസ് കോടതി ഉത്തരവിന് സ്റ്റേ. ഈ ദ്രുത പരിശോധന നടത്തണമെന്നുള്ളതിന് സ്റ്റേയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ധാർമ്മികത ശ്രീ ബാബു രാജിവെച്ച ധാർമ്മികത തന്നെയാണ്. ഈ കാര്യത്തിൽ എൻ്റെ മേൽ 10 ദിവസത്തിനകത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി അതിൻ്റെ റിസൾട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഡേയ്സ് എങ്കിലും കഴിയട്ടെ, ഞാനിപ്പോൾ രാജി പിൻവലിക്കുന്നത് ശരിയല്ല എന്ന ധാർമ്മികത എന്തുകൊണ്ട് തോന്നില്ല? മാത്രമല്ല, ശ്രീ ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിനെതിരായി ഇതേപോലെ വിധി കോടതിയിൽ വന്നപ്പോഴത്തേക്ക് വിജിലൻസ് കോടതി പറഞ്ഞു എനിക്ക് ധാർമ്മികതയല്ല, എൻ്റെ മനസാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മൂല്യങ്ങളും പോവുകയല്ലേ? ജനാധിപത്യത്തിൽ പിന്നെ എന്ത് മൂല്യമുണ്ട്? എനിക്ക് തോന്നുകയാണ് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ധാർമ്മിക മൂല്യതയും ജനാധിപത്യ മര്യാദയൊന്നും എനിക്കില്ല, എനിക്ക് തോന്നുന്ന അനുസരിച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു അസംഭവ്യമായ കാര്യമാണ്. അതാണ് അതേ സംബന്ധിച്ചുള്ളത്. ശ്രീ PM സുരേഷ് ബാബു അതിനൊരു മറുപടി പെട്ടെന്ന്. ഞാനിതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത്? നമുക്കിപ്പോൾ ഈ ധാർമ്മികതയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ട സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം 1967 മറ്റേ EMSൻ്റെ മന്ത്രിസഭയിൽ നമുക്കറിയാലോ, B വെല്ലിംഗ്ടണെതിരായ ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിനോട് രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചെയ്യാതിരുന്ന EMS അവസാനം ഗവൺമെൻറ് പോകുമെന്ന ഘട്ടം വന്നപ്പോൾ TV തോമസിനെതിരായും MN ഗോവിന്ദൻ നായർക്കെതിരായും ഒക്കെ ആരോപണവും ഉന്നയിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട് രാജിവെച്ച് പോയതും കൂടി കേരളത്തിൽ ചേട്ടൻ അതും കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതൊരു നിഷ്പക്ഷമായ ഒരു സമീപനമാണ് എന്നൊക്കെ നമുക്ക് തോന്നാമായിരുന്നു. ഇതൊക്കെ വ്യാഖ്യാനങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട്, ഓരോരുത്തരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി, അതിലൊരു തെറ്റൊന്നും ഞാൻ പറയാൻ കാണുന്നില്ല. കാരണം നമുക്കൊക്കെ പൊതുജനങ്ങളുടെ മുമ്പിൽ അവരവരുടെ രാഷ്ട്രീയത്തിനെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വവുമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നൊക്കെ കണക്കാക്കാം നമുക്ക്. ശ്രീ PM സുരേഷ് ബാബു, ഇതൊക്കെ പ്രതിപക്ഷം മാത്രം പറയുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പെട്ട പല നേതാക്കളും പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, കത്തുകളായി പലപ്പോഴും ഹൈക്കമാൻഡിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങളാണ്, മുൻകാലങ്ങളിൽ മറ്റ് മുഖ്യമന്ത്രിമാർ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരോട് കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ
ഈ നാട്ടിൽ നടന്നിട്ടുള്ളതാണ്, നിങ്ങളുടെ സർക്കാരും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ പലരും ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ KPCC പ്രസിഡന്റിന് തന്നെ ചില കത്തുകൾ പോയിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, സർക്കാരിൻ്റെ ഇമേജിന് ദോഷമുണ്ടാക്കുന്ന ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് KPCC യോഗം വിളിക്കണമെന്നുള്ള കത്തുകൾ വരെ പോയിട്ടുള്ളതും അങ്ങ് അറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പ്രതിപക്ഷത്തിനെ മാത്രം കുറ്റപ്പെടുത്തി ആരെയാണ് രക്ഷിക്കുന്നത്? ഈ മുഖം വച്ചല്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റില്ല, മാറിയാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന തോന്നലാണോ ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നതിന് കാരണം? ഞാൻ ഒരിക്കലും പ്രതിപക്ഷത്തിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പ്രതിപക്ഷം അതിൻ്റെ യഥാർത്ഥ ധർമ്മം നിർവഹിക്കുന്നു എന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ പ്രതിപക്ഷത്തിനെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല. പ്രതിപക്ഷം ഇതല്ലാതെ എന്താ പറയണ്ടേ? പ്രതിപക്ഷത്തിന്റെ കാര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, പ്രതിപക്ഷം ഇതെന്താ പറയണ്ടേ? ഉമ്മൻചാണ്ടിയുടെ പക്ഷെ പ്രതിപക്ഷത്തിനെ കൊണ്ട് നല്ലത് പറയിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ചോദിക്കുക. അവരെ കൊണ്ട് ഈ രീതിയിൽ ചോദിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിൽ അവർ പറയുന്നതെങ്കിലും ശരിയാണോ എന്ന് തോന്നിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെ കൊണ്ട് മാത്രം ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല? എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? പറഞ്ഞു തരണ്ടേ അവര്? ഞങ്ങൾ എന്തൊക്കെ ചെയ്തു? ഞങ്ങൾ കൊച്ചിയിലെ മെട്രോ റെയിൽവേ കൊണ്ടുവന്നില്ലേ? സ്മാർട്ട് സിറ്റി നമ്മൾ കൊണ്ടുവന്നില്ലേ? വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നില്ലേ? കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നില്ലേ? അതിവേഗ പാതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നു? അതൊന്നും ഇവർ കാണില്ലല്ലോ. കാണില്ല. പ്രതിപക്ഷം മാത്രമല്ല, മാധ്യമങ്ങളും കാണുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? PM സുരേഷ് ബാബു, നാട്ടിലുള്ള മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും മുഴുവൻ ഇങ്ങനെ നിങ്ങൾക്കെതിരായി കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് സ്വയം വിലയിരുത്തേണ്ട ആവശ്യമില്ലേ? അങ്ങനെ ഒരു വിലയിരുത്തൽ എന്തുകൊണ്ട് നടത്തിയില്ല, അല്ലെങ്കിൽ നടത്തിയാൽ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നതായിരുന്നു ഒരു ചോദ്യം. ഞാൻ തിരിച്ചെത്താം. ശ്രീ JR പത്മകുമാർ, ഇതാണ് കഴിഞ്ഞ 4.5 വർഷമായി സംസ്ഥാനം ഭരിച്ച ഒരു സർക്കാർ അവരുടെ അവസാന നിയമസഭാ സമ്മേളനം നടക്കുന്ന ദിനത്തിൻ്റെ തലേനാൾ എടുത്തിരിക്കുന്ന നിലപാട്. ഇത് നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെ ഓരോന്നിനെയും നിങ്ങൾ ഖണ്ഡിക്കുന്നത്? നിങ്ങൾ അതിനോടൊരു പ്രതിപക്ഷത്തിൻ്റെ റോളിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ജനങ്ങൾ നോക്കുക. അല്ലാതെ നിങ്ങൾ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നതും എന്നേക്കാൾ ഉപരിയായി നിങ്ങൾ എന്ത് ഓൾട്ടർനേറ്റീവ് ആണ് ഈ പറയുന്ന ഭരണപക്ഷത്തോട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ നോക്കുക. ഞങ്ങൾ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുകയല്ല. പ്രതിപക്ഷം പ്രത്യേകിച്ചും കേരളത്തിൽ LDF അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് BJP നഖശികാന്തം എതിർക്കുകയും കോൺഗ്രസിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്, അതുകൊണ്ട് അവിടെ നിങ്ങളുടെ പ്രതിപക്ഷമാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതാണല്ലോ എല്ലായിടത്തും. ഏത് സ്റ്റേറ്റിൽ നിങ്ങൾ ചെന്ന് നോക്കിയാലും, പശ്ചിമ ബംഗാൾ ചെന്ന് നോക്കിയാലും, പൊതുവിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം എടുത്ത് നോക്കിയാലും ഇതാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. BJP അന്ധമായി എതിർക്കും, കോൺഗ്രസിനെ എതിർക്കുകയെങ്കിലും ഫലത്തിൽ BJP വിരുദ്ധ മുന്നണി ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് സഹായം തേടും. അതവിടെ നിന്നോട്ടെ. പിന്നെ നേരത്തെ ഞാൻ ലാൽ പറഞ്ഞതിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ. ഞങ്ങൾ കേസ് പിൻവലിക്കുന്നതിന് കുറേ കാലമായിട്ട് ഇങ്ങനെ LDF ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ എന്താ കേരളത്തിലെ 2ാം തരം പൗരന്മാരാണോ? ഇവർ കൊടുക്കുന്നത് പോലെ ടാക്സ് കൊടുക്കുന്ന, ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കുന്ന നികുതികളെല്ലാം കൊടുത്തിട്ട് ജീവിക്കുന്ന ഞങ്ങൾ ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവകാശം ഭരണഘടനാപരമായി ഞങ്ങൾക്കൊരു അവകാശമുണ്ടെങ്കിൽ അത് തരുന്നതിൽ എന്താണ് നിങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന കേസ് തള്ളിക്കളയുന്നത് നിങ്ങളുടെ അവകാശമാണെന്ന് പറയട്ടെ. അല്ലേ, എനിക്ക് പറയാനുള്ള അവസരം തരണം. അല്ലെങ്കിൽ ലാൽ ഫുൾ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ പേരിലുള്ള കേസ് UDF പിൻവലിച്ചിട്ടില്ലേ? ഞാൻ 100 കേസ് എടുത്ത് തരാം സാർ. 100 കേസ് എടുത്ത് ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ, കേരള ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ എടുത്തിട്ടുള്ള കേസ് UDF പിൻവലിച്ചിട്ടുണ്ട്. UDF നേതാക്കന്മാർക്കെതിരെ എടുത്തിട്ടുള്ള കേസ് പിൻവലിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പേരിൽ എടുത്തിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. മദനിയുടെ പേരിൽ എടുത്തിട്ടുള്ള കേസുകൾ മാത്രം കള്ളക്കേസുകൾ. അപ്പൊ കോൺഗ്രസിനും LDFനും എതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാൻ കേരളത്തിൽ നിയമമുണ്ടെങ്കിൽ അത് BJPക്കും ബാധകമാണ്. ഞങ്ങൾ 2ാം തരം പൗരന്മാരൊന്നുമല്ല. ഭരണഘടനാപരമായി കിട്ടേണ്ട അവകാശം ഞങ്ങൾക്ക് കിട്ടണം. അതുകൊണ്ട് അത് ഇതായിട്ട് ഉയർത്തി കാണിക്കേണ്ട കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിൽ ആദ്യത്തെ സംഭവമല്ല. പിന്നെ 2, കേരളത്തിലെ പ്രതിപക്ഷത്തിന് നിരയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്, ഇവർ 58 വർഷക്കാലം മാറി മാറി ഭരണം നടത്തിയില്ലേ? ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സമൂഹത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം ഇന്നും ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് മണ്ണില്ല, അവർക്ക് കുടിവെള്ളമില്ല, അവർക്ക് വീടില്ല. അതുപോലെ തന്നെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തൊഴിലില്ലായ്മ പ്രശ്നം. കഴിഞ്ഞ 50 വർഷമായി ഭരിച്ച സർക്കാരുകളെ ഓരോ 5 വർഷം കഴിയുമ്പോൾ
പലപ്പോഴും അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾ വിലയിരുത്തിയാണ് അന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സമ്മതിദാനം നൽകിയിട്ടുള്ളത്. അത് ഇപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ല. എൻ്റെ ചോദ്യം ഇതാണ്, നാളത്തെ നിയമസഭാ സമ്മേളനം അതിനെ നിങ്ങളുടെ പാർട്ടി കഴിഞ്ഞ 50 വർഷത്തെ കാര്യം പറഞ്ഞല്ലോ, സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നിങ്ങളുടെ യുവമോർച്ചക്കാർ അടികൊണ്ടത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടാണല്ലോ. അതിനെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? നാളെ നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഭരണപക്ഷം എടുക്കാൻ പോകുന്ന ഈ നിലപാടുകളെ നിങ്ങൾ ഒരു കാരണവശാലും ശക്തമായ ഭാഷയിൽ എതിർക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യുന്നില്ലേ? അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചത്. 68 പ്രതിപക്ഷ MLA മാരുണ്ടായപ്പോൾ മാണി വന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പോയിട്ടുണ്ടല്ലോ. എല്ലാ വാദലുകളും ഞങ്ങൾ സമീപിക്കുന്നു. എന്ത് ചെയ്യണമായിരുന്നു? എന്റെ ചോദ്യം, എന്റെ സംശയം ഇതാണ്. എന്റെ സംശയം ഇതാണ്. ശ്രീ പത്മകുമാർ തന്നെ മറുപടി പറയൂ. എപ്പോഴും BJP-ക്കാർ പറയുന്ന ഒരു കാര്യം ഇതാണ്. എനിക്ക് ശ്രീ ആനന്ദലോട്ടത്തോട് അതിന് ചോദ്യം ചോദിക്കാനുണ്ട്. 68 പേരുള്ള ഇടതുപക്ഷം KM മാണി സാറിന് എന്നുള്ള ഒരൊറ്റ ആളിനെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് വിട്ടല്ലോ. അവരെന്ത് ചെയ്യണമായിരുന്നു എന്നാണ് ശ്രീ പത്മകുമാർ പറയുന്നത്. നിങ്ങൾ അവിടെ 68 പേരുണ്ടായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എനിക്ക് പറയാനുള്ള അവസരം തരണം. എന്താ ഇവർ പ്രഖ്യാപിച്ചത്? ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മാണിയെ സമ്മതിക്കില്ല. മാണി ഏത് വഴിയാണ് വരുന്നതെന്നറിയാം. അവിടെ തടയാതെ ഇവിടെ ചെന്നിട്ട് സ്പീക്കറെ തടഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കല്യാണം തടയാൻ ഞങ്ങൾ കല്യാണം താലി കെട്ടാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ വരനെയോ വധുവിനെ തടയണം, അല്ലാതെ പാചകക്കാരനെ തടയുകയാണോ വേണ്ടത്? അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവിടുത്തെ കർമ്മിയാണോ തടയേണ്ടത്? ഇവർ ചെയ്തത് ഈ മാണിയുമായി രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പാർട്ടി പ്ലീനത്തിൽ സംസാരിക്കാൻ അവസരം കൊടുത്തത്, അധ്വാനവർഗ സിദ്ധാന്തം അവതരിപ്പിക്കാൻ അവസരം കൊടുത്തത്. ആ കാലഘട്ടത്തിൽ പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ മാണിയുമായിട്ട് നിങ്ങളാണ് ഈ പറയുന്ന രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. KM മാണി മധ്യ തിരുവിതാംകൂറിൽ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അമിത്ഷാ കോട്ടയത്ത് വന്നതും ഈ രീതിയിൽ അദ്ദേഹം KM മാണി സാർ കാണണമെന്ന് ആദ്യം ആഗ്രഹിച്ചതും ഇപ്പോൾ മാറ്റിയതും ഒക്കെ. അല്ല, അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഓൾ ഇന്ത്യ പ്രസിഡന്റിനെ, ഒരു ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റിനെ ഒരു സംസ്ഥാന പാർട്ടിയുടെ പ്രസിഡന്റിന് കാണുന്നതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, കാണാനും കാണാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും കാണാനും ചർച്ച ചെയ്യാം. ശരി, UDF നാളെ ഈ നിലപാട് എടുത്തിരിക്കുമ്പോൾ നാളെ നിയമസഭയ്ക്ക് പുറത്തുള്ള നിങ്ങളുടെ സമരം ഏത് രീതിയിലാണ് പോകാൻ പോകുന്നത്? ഇന്ന് വന്ന വാർത്തകൾ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആ രീതിയിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ നടത്തി പോവുകയാണോ അതോ സമരം തന്നെ നടത്തുന്നുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ BJP അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തും, അതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തും, കൂടിയാലോചനകൾ നടത്തും, സ്ഥാനാർത്ഥികളെ കുറിച്ച് ആലോചിക്കും. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയാണല്ലോ. ദിവസം എന്താണ് നിങ്ങൾ നാളത്തെ ദിവസത്തെ എന്താ പ്രത്യേകത? നിയമസഭ കൂടും. എത്രയോ കാലമായിട്ട് കേരളത്തിൽ നിയമസഭ കൂടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടല്ലോ ഒരു പ്രത്യേക ഇഷ്യൂനെ സംബന്ധിച്ച് ഞങ്ങളിപ്പോ ഈ ഉമ്മൻചാണ്ടി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്നൊരു തീരുമാനമൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ. ധാർമ്മികമായി ജനാധിപത്യത്തിൽ അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കണം. അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഇത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്നതിന് വേണ്ടി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് രാജിവെച്ച് പോകേണ്ടതാണ്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി 10 or 15 ദിവസത്തെ കാര്യമുള്ള അദ്ദേഹം രാജിവെക്കുന്നു ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ സമരത്തിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതിന് ഇനി എന്നത്തേക്കാണ് കാത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഞങ്ങൾ സമരത്തിലാണല്ലോ മാണിയെ ഇന്നലെയും തടഞ്ഞു, അല്ല നമ്മുടെ ഉമ്മൻചാണ്ടിയെ ഇന്നലെയും തടയാനുള്ള ശ്രമം നടത്തി. യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരും പ്രത്യക്ഷമായ സമരരംഗത്തുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. നിയമസഭയ്ക്ക് അകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാര്യം ഞങ്ങൾക്കില്ല. ആ കുറവ് എന്തായാലും ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾ പരിഹരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശ്രീ ആനത്തലവട്ടം, എന്തായാലും സരിതയുടെ മൊഴികൾ ആണ് ഒരു തരത്തിൽ ഈ സർക്കാരിന്റെ ഇമേജ് ഇപ്പോൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ബാർക്കോഴയിലെ പുതിയ ആരോപണങ്ങളും. നിങ്ങൾ ഈ കാര്യങ്ങൾ തന്നെയാണോ നിയമസഭയ്ക്ക് പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നത്? അവിടെ PM സുരേഷ് ബാബു ഒക്കെ കൊച്ചി മെട്രോയും വിഴിഞ്ഞവും കണ്ണൂർ എയർപോർട്ടും ഒക്കെയാണ് പറയാൻ വെച്ചിരിക്കുന്നത്. അതെ, ഇവിടെ എൻ്റെ സ്നേഹിതൻ പത്മകുമാറും പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ മാറി മാറി നിങ്ങൾ ഭരിച്ചു. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്തു? വെള്ളം കൊടുത്തോ, തുണി കൊടുത്തോ, മണ്ണ് കൊടുത്തോ? എൻ്റെ പത്മകുമാരെ, നമ്മളെല്ലാം ഇവിടെ ജീവിക്കുന്ന ആളല്ലേ. നിങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 2011 സെൻസസ് എടുത്തു നോക്കൂ. ആ സെൻസസിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഓരോ രംഗത്തെയും വളർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 95% ആളുകൾക്കും ഒരു സ്വന്തമായവരുടെ മണ്ണും കൂരയുമുള്ള ഏക സംസ്ഥാനം ഈ കേരളമാണ്. നിങ്ങളുടെ നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി 12 വർഷം ഗുജറാത്ത് ഭരിച്ചല്ലോ. ഉണ്ടോ? കിട്ടിയിട്ടുണ്ടോ ഭൂമി? ഇന്ത്യയിൽ വേറെ കോൺഗ്രസോ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ഇപ്പോൾ ശൗചാലയം TV-യിൽ എപ്പോഴും എഴുതി കാണിക്കുന്നല്ലോ. അതാണ് നമ്മുടെ ഇപ്പം മുഖ്യ ലക്ഷ്യം, അജണ്ട.
ഇവിടെ ഈ കേരളത്തിൽ അതേ സെൻസസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 95% വീടുകളിലും ശൗചാലയമുണ്ട്, കക്കൂസുണ്ട്. കേരളത്തിൽ സാക്ഷരതയിൽ നമ്പർ 1, ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ളത്, ദാരിദ്ര്യരേഖത്തിൽ ഇവിടെ കേരളം ഏതാണ്ട് രേഖയുടെ 13ാം സ്ഥാനത്ത് കിടക്കുമ്പോൾ അവിടെ ഇപ്പോഴും 60ാം സ്ഥാനത്ത് കിടക്കുകയാണ്. ഈ ശിശു മരണ നിരക്കിൻ്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ്. ജനിച്ചു വീഴുന്ന കുട്ടികളിൽ 45% കുട്ടികളും ആവശ്യത്തിന് പൊക്കമില്ലാത്ത തൂക്കമില്ലാത്ത കുരുട് കുട്ടികൾ ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വീഴുന്നു. അതിൽ കേരളമില്ല. ഇങ്ങനെയൊക്കെയുള്ള വളർച്ച നേടാൻ കഴിഞ്ഞ കേരളത്തിൽ നിങ്ങൾ ഇതുവരെ നിയമസഭയിൽ തിണ്ണ പോലും കണ്ടില്ലല്ലോ. നിങ്ങൾക്കൊരു പങ്കുമില്ല. കോൺഗ്രസിന് വല്ല പങ്കുണ്ടോ? കോൺഗ്രസിന് പങ്കുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതേ ഉണ്ടാവണ്ടേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിനും ഇല്ലല്ലോ. SSLC വരെയും അതിനുശേഷം പ്രീ ഡിഗ്രി വരെയും സൗജന്യ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം ഈ സംസ്ഥാനമല്ലേ ഉള്ളൂ. ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ? ഞാൻ ആ പട്ടിയൊന്നും നീട്ടി പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പറയുന്നു മാറി മാറി ഭരിച്ചിട്ട് എന്തുണ്ടായി? ഇടതുപക്ഷ മുന്നണി ഭരിച്ച അവസരത്തിലാണ് ഈ നേട്ടങ്ങൾ ഉണ്ടായെന്നുള്ള കാര്യം വിസ്മരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കേസുകളെല്ലാം പിണറായി വിജയൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പേരുള്ള കേസ് പിൻവലിച്ചു. അതുപോലെയാണ് തൊഗാഡിയുടെ പേരുള്ള കേസ്. ഇവരിവിടെ വിദ്യാർത്ഥി സമരമോ ബഹുജന സമരമോ ജനകീയ പ്രക്ഷോഭങ്ങളോ നടത്തുമ്പോൾ എടുത്ത കള്ളക്കേസുകൾ പിൻവലിച്ചിട്ടുണ്ടാവും. അതെല്ലാ രാഷ്ട്രീയക്കാരുടെയും പിൻവലിക്കും. ഇതല്ല, വർഗീയ വിഷം വമിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി മതന്യൂനപക്ഷങ്ങൾക്കെതിരായി കൊലവിളി നടത്തുന്ന വർഗീയ ഫാസിസത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന പ്രസംഗം നടത്തിയതിനാണ് ഭരണഘടന ഒരു മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടന നിലവിലുള്ള രാജ്യത്ത് ആ മതേതരത്വം തന്നെ കശാപ്പ് ചെയ്യണം, മതാധിഷ്ഠിത രാഷ്ട്രം ഉണ്ടാക്കണമെന്നുള്ള ആഹ്വാനം ചെയ്യുന്ന ആളുടെ പേരെടുത്ത കേസും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സമരവും തൊഴിലാളിക്ക് വേണ്ടി നടത്തുന്ന സമരത്തിൻ്റെ പേരെടുത്ത കേസും രണ്ടും ഒപ്പമാണോ? രണ്ടും ഒപ്പമല്ല. നിങ്ങൾക്ക് ഭരണഘടനാപരമായി BJPക്കും CPMനും കോൺഗ്രസിനും ഒക്കെ അവകാശമുണ്ട്, ആ ആനുകൂല്യങ്ങൾ ലഭിക്കണം, അതിന് തടസ്സമില്ല. പക്ഷേ ആ ഭരണഘടന ലംഘിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവർക്കും ആ ആനുകൂല്യം വേണമെന്ന് വാദിക്കുന്നത് ശരിയല്ല. പക്ഷേ പിന്നെ അല്ലല്ല, ഇനി ഒരെണ്ണം കൂടെ സുരേഷ് ബാബു പറഞ്ഞൊരു കാര്യമുണ്ട്. സുരേഷ് ബാബു എൻ്റെ സ്നേഹിതൻ പറഞ്ഞത് ഇവിടെ സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നു, അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവന്നു, വിഴിഞ്ഞ ഹാർബർ കൊണ്ടുവന്ന്. ഇതില്ല വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമുണ്ടല്ലോ, എല്ലാം ഞമ്മൻ്റെതാണെന്ന് പറയുന്ന പോലെ. ഏത് ഗർഭമുണ്ടെങ്കിലും പെണ്ണുങ്ങളുടെ പോയാൽ അത് ഞമ്മൻ്റെ ആണെന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അവസാനം ഒരാൾ പറഞ്ഞു ലക്ഷ്മിക്കും ഗർഭമുണ്ടായി, മുണ്ടക്കയത്തെ ലക്ഷ്മി. പിന്നീടാണ് അപ്പോൾ പറഞ്ഞ അതും ഞമ്മൻ്റെതാണ്. പിന്നീടാണ് മനസ്സിലായത് ലക്ഷ്മി എന്ന പേരുള്ള ഒരു ആനയ്ക്കാണ് ഗർഭം. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ വിമാനത്താവളം ആരാണ് അതിനുള്ള സ്ഥലവും എടുത്ത് ആ വിമാനത്താവളത്തിൻ്റെ പണി തുടങ്ങിയത്? നിങ്ങളാണോ? അല്ലല്ലോ, നാനാർ ഗവൺമെൻറ് ഇരിക്കുന്ന അവസരത്തിലല്ലേ. സ്മാർട്ട് സിറ്റിയുടെ കാര്യം, സ്മാർട്ട് സിറ്റി 2001-2006 ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയതാണ്. അന്നൊന്നും നടന്നില്ല. 2006 അതിനുശേഷം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വന്ന ആ ഗവൺമെൻറ് കാലത്തല്ലേ അതിൻ്റെ മുഴുവൻ ഡിസ്കഷനും പൂർത്തിയാക്കി കരാർ ഒപ്പുവെച്ചത്. നിങ്ങൾ വന്നിപ്പോൾ 5 വർഷമായി 66 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് സ്ഥലം കെട്ടിടം കെട്ടി 90,000 പേർക്ക് ജോലി കൊടുക്കേണ്ടതാണ്. നിങ്ങളുണ്ടാക്കിയ കരാറനുസരിച്ച് സർക്കാരിൻ്റെ അധീനതയിരുന്ന ഇൻഫോസിസ് കൂടെ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. തൃശ്ശൂർ IT വരാൻ പാടില്ല, എറണാകുളത്തിന് വേറൊന്നും വരാൻ പാടില്ല, കോട്ടയത്ത് വരാൻ പാടില്ല. ഇതെല്ലാം വലിച്ച് കുപ്പയിലെറിഞ്ഞിട്ടാണ് നിങ്ങൾക്കിവിടെ സ്ഥലം തരും, IT തുടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ തുടങ്ങുമെന്ന് പറഞ്ഞ് അവസാനം അത് സമ്മതിച്ച് 246 ഏക്കർ സ്ഥലം എടുത്തു കൊടുത്ത VSൻ്റെ കാലത്തല്ലേ. അത് ഞമ്മൻ്റെതാണെന്ന് പറഞ്ഞിട്ട് കിടന്നാൽ നിങ്ങൾക്കുള്ള ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 5 വർഷമായിട്ട് ഇപ്പോൾ 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് അവിടെ ഉണ്ടാക്കി. അതിനും വാടകയ്ക്ക് എടുക്കാൻ ആളിതുവരെ വന്നിട്ടില്ല. എന്നിട്ട് സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞു കിടക്കുകയല്ലേ നമ്മൾ ഇവിടെ. അതുപോലെ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത് ടെൻഡർ ചെയ്ത് ഒരു കമ്പനി, ആന്ധ്രയിലുള്ളൊരു കമ്പനി സൂൺ ഡെവലപ്പേഴ്സ് കരാറെടുത്തതല്ലേ. ചൈനീസ് കമ്പനിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയി മൻമോഹൻ സിംഗിനെ സ്വാധീനിച്ച് അതിനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ട് തുടങ്ങാൻ സമ്മതിക്കായിരുന്നതിന്റെ പരമായിട്ടല്ലേ ആ വിഴിഞ്ഞ ഹാർബർ തുടങ്ങാതിരുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഇദ്ദേഹം ആനത്തലവട്ടം കുറേ കണക്കുകൾ ഇങ്ങോട്ട് പറഞ്ഞു. അതിൽ ഞാൻ 2-3 കാര്യങ്ങൾ മാത്രമേ ചോദിക്കട്ടെ. നിങ്ങളുടെ ഒന്നാമത്തെ EMS മന്ത്രിസഭയിൽ അദ്ദേഹം വന്ന് ലാൻഡ് റിഫോംസ് ആക്ട് കൊണ്ടുവന്നപ്പോൾ പ്രഖ്യാപിച്ചത് എന്താ? ഇവിടുത്തെ ഭൂസ്വാമിമാരുടെ വസ്തുക്കളെല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് 7.82 ലക്ഷം ഹെക്ടർ ഭൂമി ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്, മാറി മാറി ഭരണം നടത്തിയല്ലോ ഇവിടെ. ഇതുവരെ ആയിട്ട് എത്ര 43,000 ഹെക്ടർ ഭൂമിയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അതൊരു വലിയ കുറ്റകരമായ അനാസ്ഥയാണ് നിങ്ങളുടെ 2 പേരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. കേരളത്തിലെ പട്ടികജാതിക്കാർ 9% വരും. അവർ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഭൂമിയുടെ അവസ്ഥ എത്രയാണെന്ന് അറിയാമോ?
വെറും 1.88% ഭൂമിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതൊന്നും ഇരിക്കട്ടെ. 2006 നിങ്ങളുടെ സഹയാത്രയായ ഒരു സംഘടനയുണ്ടല്ലോ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഒരു റിപ്പോർട്ട് ഹാജരാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ 4 തിരിച്ചിട്ടുണ്ട്: റിച്ച്, സൂപ്പർ റിച്ച്, പൂവർ, വെരി പൂവർ. ഈ വെരി പൂവറും പൂവർ ആയിട്ടുള്ള ആളുകളുടെ വസ്തുക്കളുടെ 90% സൂപ്പർ റിച്ചുകളുടെ കയ്യിലേക്ക് പോയി. ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ നിങ്ങൾ ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞു. ഈ കേരളത്തിലെ മോർബിഡിറ്റി ഡേറ്റ് അറിയാമോ? രോഗാതുരത എത്രയാണെന്ന് അറിയാമോ? 24%. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളുടെ 25% വിൽക്കുന്നത് കേരളത്തിലാണ്. മനോരോഗത്തിന് വിൽക്കുന്ന മരുന്നുകളുടെ 33% വിൽക്കുന്നത് കേരളത്തിലാണ്. എന്തായാലും BJP സമത്വ മുന്നേറ്റ യാത്രയിൽ തുടങ്ങിയ ആ പിടി ഇതുവരെ വിട്ടിട്ടില്ല എന്നാണ് അല്ല, ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ആളുകൾക്ക് എങ്ങനെ ഈ മെന്റൽ രോഗം പിടിപെടാതിരിക്കും ഇവരുടെ ഈ പ്രസംഗവും പ്രവൃത്തിയും എല്ലാം കണ്ടാൽ. ഞാനിതെല്ലാം നിങ്ങൾ ഈ പറയുന്നത് ഭൂമിയുടെ കാര്യം പറഞ്ഞു. 34 ലക്ഷം പേർക്ക് EMSന്റെ കാലത്തുണ്ട് കാഴ്ചപരിഷ്കാര നിയമം കൊണ്ടുവരും, ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കിയതിന്റെ ഫലമായിട്ട് സ്വന്തമായി വീടും ഈ വിഷയം എന്താണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് ആരെയാണ് അതേ ഞാൻ പറയട്ടെ. അതും പറയട്ടെ. പിന്നെ മിച്ചഭൂമി എങ്ങനെ ഇല്ലാതായി? ആ ഗവൺമെന്റ് നിങ്ങൾ അട്ടിമറിച്ച് കോൺഗ്രസും എല്ലാം കൂടി ചേർന്ന് CBIയുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട്, അല്ല CIAയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് അട്ടിമറിച്ചു. ആ അട്ടിമറിച്ച ഗവൺമെന്റിന് ശേഷം നിങ്ങളുടെ വന്ന ഗവൺമെന്റ് UDFന്റെ കോൺഗ്രസ് നേതൃത്വം ഗവൺമെന്റ് ആ ഭൂമിയെല്ലാം തന്നെ തിരിമറി നടത്താൻ കാഴ്ചപരിഷ്കാര നിയമത്തിൽ ഭേദഗതി വരുത്തി. അറിയില്ലേ? പട്ടിയുടെയും പൂച്ചയുടെയും അവർക്കെല്ലാം ഓമന പേരിട്ട് ഇഷ്ടദാനം എഴുതി വെച്ച് മിച്ചഭൂമി മുഴുവൻ തിരിമറി നടത്തിയ ആ ഗവൺമെന്റിന്റെ ഫലമായിട്ടാണ് ഭൂമി ഹിന്ദു സമൂഹം കൃഷി ചെയ്തിരുന്ന നാളികേരം, അതുപോലെ സ്ഥലങ്ങളൊക്കെ വീതിച്ചു കൊടുത്തു. അതേസമയം റബ്ബറും കാപ്പിയും എല്ലാം തോട്ടങ്ങളുടെ പരിധിയിൽ പറ്റിയ മനസ്സിലാക്കുന്നത് പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ BJPയുടെ ഹിന്ദുക്കളുടെ തേങ്ങയുടെ എണ്ണവും ആ ഭൂപരിഷ്കരണ നിയമവും ഒഴിപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും ഫലമായി മനുഷ്യർക്കെല്ലാം, ഹിന്ദുവാണോ മുസൽമാനാണോ ക്രിസ്ത്യാനിയാണോ ഹരിജനാണോ ദളിതനാണോ വ്യത്യാസമില്ലാതെ, ഭൂമിയില്ലാത്തവനെല്ലാം അന്യന്റെ പറമ്പിൽ ജനസംഖ്യ അനുസരിച്ച് വ്യവസായം എന്നുള്ള നിലയിൽ കാശ് പരിഹാര നിയമത്തിൽ മറുപടി കേൾക്കുക. തൊഴിലാളികൾ പണിയെടുക്കുന്ന തോട്ടം ഒരു വ്യവസായം എന്നുള്ള നിലയിൽ അത് വിഭജിക്കുന്നത്. കാർഷിക മേഖലയിൽ തൊഴിലാളികളില്ലേ? കാർഷിക മേഖലയിലെ തൊഴിലാളികൾ അവർക്കെല്ലാം തൊഴിൽ ലഭ്യമാക്കുന്നതും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതും മിനിമം കൂലി പ്രഖ്യാപിക്കുകയും ആ തൊഴിലാളികളെ മുമ്പിൽ പണിമുടക്കിയാൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്ന സമ്പ്രദായം ശ്രീ ആനത്തലവട്ടോ, ശ്രീ ജയപ്രകുമാർ, ഒരു മിനിറ്റ് ഒന്ന് കേൾക്കണം. ശ്രീ PM സുരേഷ് ബാബു, നിങ്ങളുടെ ഈ 4.5 കൊല്ലത്തെ ഭരണത്തിന്റെ നേട്ടമാണ് ഇതാ ഇടതുപക്ഷവും BJPയും തമ്മിൽ ഈ രീതിയിലൊരു തർക്കം ഉണ്ടാകുന്നതിന് കാരണം. നിങ്ങൾ ആ ചർച്ച കേൾക്കുമ്പോൾ ഇത് ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒളിക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അത് നിങ്ങളുടെ ഭരണത്തിലെ ചില പ്രീണനങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ് എന്നുള്ളതാണ് ഇവിടെ പല നിരീക്ഷകരും പറയുന്നത്. ആ പ്രീണനത്തെ മുതലെടുക്കുകയാണ് BJP. അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ തേങ്ങകളുടെ എണ്ണം ഇപ്പോൾ ശ്രീ JR പത്മകുമാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ശ്രീ ലാൽ, ഇത് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടുന്നൊരു കാര്യമൊന്നുമില്ല. അങ്ങ് വളരെ മുതിർന്നൊരു മാധ്യമ പ്രവർത്തകനല്ലേ. ഞാൻ കൈരളി പീപ്പിൾ ചാനലിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു ഉന്നത നിലവാരത്തിലുള്ള ചർച്ചയാണ് പ്രതീക്ഷിക്കാറ്. ഇതുവരെ നടന്നതും അങ്ങനെയാണ്. ആനന്ദചേട്ടനും പത്മകുമാറും വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകളാണ്. അവരെന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഒരു ചാനൽ ചർച്ചയിൽ പറയേണ്ടത് രൂപത്തിലാണോ ഭാവത്തിലാണോ ഇത്? എന്നിട്ട് അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ ചാനലിലെ ചർച്ചയിൽ മാത്രമല്ല ശ്രീ PM സുരേഷ് ബാബു, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ രീതിയിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ആളുകളുടെ ജാതിയും മതവും നോക്കിക്കൊണ്ട് അവരുടെ സമ്പാദ്യത്തെ അളക്കുന്ന ഒരു അവസ്ഥ. അതിൽ ആർക്കൊക്കെ ഇത്രയും കാലം ഏത് ജാതിക്കും മതത്തിനും ഇത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടി നടക്കുന്നത് കുറച്ചു കാലമായി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതിന് നിങ്ങളുടെ ഭരണത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? അതാണ് അറിയേണ്ടത്. അല്ല, ഞാൻ അങ്ങനെ ഒരു വസ്തു എന്നെങ്കിൽ പറയാൻ തന്നെ അനുവദിച്ചിട്ടില്ലല്ലോ.
ഞങ്ങളുടെ ഭരണത്തിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളൊരു വസ്തുതയാണോ എങ്കിലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു എംപയർ എന്നുള്ള നിലക്ക് താങ്കൾ കുറച്ചുകൂടി ഒരു നിയന്ത്രണം, ഇവർ നല്ല വലിയ നേതാക്കന്മാരാണ്, അവരെ പോലെയൊന്നും അല്ലെങ്കിലും ചെറുതായി മൈക്കിന്റെ മുമ്പിൽ നന്നായി പറയുന്ന ഒരാളും കൂടിയാണ് ഞാൻ. എനിക്കും അതിനകത്തൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ ചാനലിൽ അങ്ങനെ പറ്റുമോ? ഇവിടെ നമുക്ക് സമയമില്ലല്ലോ. നമുക്ക് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ചർച്ച നടത്താം. വേണമെങ്കിൽ ഓരോ മണിക്കൂർ നേരമുള്ള പ്രസംഗം ഈ ചാനലിൽ തന്നെ വന്ന് പറയാം. പക്ഷെ അതല്ല ഇവിടെ ഈ നാളത്തെ ചർച്ച, നാളത്തെ അസംബ്ലി നടക്കുന്ന സംഭവ വികാസങ്ങളെ ഐക്യ ജനാധിപത്യ മുന്നണി എങ്ങനെ നേരിടുന്നു എന്ന് ചോദിച്ചാൽ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തുള്ള ചരിത്രങ്ങൾ എടുത്തിട്ട് വിശകലനം ചെയ്യാൻ ഈ 45 മിനിറ്റ് മതിയാവില്ല. അതല്ലല്ലോ പ്രശ്നം. നമ്മൾ അതിലേക്ക് ഒതുങ്ങണ്ടേ? ഞാനുമായി എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ള സമയം അതില്ല, മറ്റൊരു ചാനലിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ഈ പരാമർശത്തോടു കൂടി ഞാൻ ശ്രീ പി എം സുരേഷ് ബാബു, ഒരു മിനിറ്റ് എനിക്ക് എൻ്റെ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം താങ്കൾ തരണം, അല്ലെങ്കിൽ ഈ ചർച്ച നീതീകരിക്കാൻ പറ്റില്ല. അങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള തർക്കം ഇവിടെ ഉണ്ടായത് കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥയായി മാത്രം കണ്ടാൽ മതി. ഇത് ഇനി നാളെ ഇതിനേക്കാൾ കൂടി മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ നാട് ഭരിക്കുന്നവർ കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രീ പി എം സുരേഷ് ബാബുവിന് അതിന് ഉത്തരവാദിത്തമുണ്ട്. എനിക്കറിയേണ്ടത് ഇത്ര മാത്രമാണ്. നാളെ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം നടക്കുകയാണല്ലോ. അതിപ്പോൾ സാങ്കേതികമാണെന്ന് അങ്ങ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അടുത്തത് വീണ്ടും നിങ്ങൾക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ ഈ ദിശയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോകുക എന്നതാണ് ഗവർണർ പറയാൻ പോകുന്നത് എന്നാണല്ലോ അങ്ങ് സൂചിപ്പിച്ചത്. എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ 4.5 കൊല്ലമായി നടന്നത് ഒഴിവാക്കും, എന്തൊക്കെ ജനങ്ങളെ മടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായി, അത് ഇനി തുടരില്ല എന്നുള്ളത് ഈ നയപ്രഖ്യാപനത്തിൽ വരണമല്ലോ. അത് എന്തൊക്കെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയ്ക്ക് നാളത്തെ നയപ്രഖ്യാപനത്തിൽ വരുന്നതിനായി? പ്രധാനമായും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അനുകൂലമായ സമീപനം സ്വീകരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതാപൂർവമായ ഒരു സമീപനം എടുത്തുകൊണ്ട് ഒരു ആൾക്കും ഒരു അഴിമതിയുടെ മുഖച്ഛായ അല്ലെങ്കിൽ പ്രതിച്ഛായ ഉണ്ടാക്കാത്ത രൂപത്തിൽ കൃത്യഭരണ നിർവഹണം നടത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾക്ക് വിമർശിക്കാൻ ഇടവരുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്, സത്യമായാലും അല്ലെങ്കിലും. അതുകൊണ്ട് അത്തരമൊരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന ഒരു പരാമർശം ശ്രീ പി എം സുരേഷ് ബാബു, അതായത് ഇപ്പോൾ കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ അഴിമതി ഉണ്ടായി, അഴിമതിയുടെ കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്തു, വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണല്ലോ അങ്ങ് പരോക്ഷമായി പറഞ്ഞത്. അങ്ങ് ആഗ്രഹിക്കാത്ത ഒരു കാര്യം അത് സമ്മതിക്കുക കൂടിയാണോ അങ്ങ് ഒരു വളരെ മുതിർന്ന കോൺഗ്രസ് വക്താവ് എന്നുള്ള നിലയ്ക്ക്? അഴിമതി ഉണ്ടായി എന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല. പക്ഷേ അഴിമതി ഉണ്ടായതായ ചർച്ച, വളരെ വിപുലമായ ചർച്ച കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാവാനിടയായ സാഹചര്യങ്ങൾ ഒരു കാരണവശാലും സൃഷ്ടിക്കപ്പെടരുത് എന്ന് ശ്രീ പി എം സുരേഷ് ബാബു, അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇത് പ്രതിപക്ഷം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് എന്നാണ്. ഇപ്പോൾ ഇത് അവസാനിക്കുമ്പോൾ അങ്ങ് പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അത്തരത്തിലൊരു ഇംപ്രഷൻ ഉണ്ടായി എന്നാണ്. ഇത് തന്നെയല്ലേ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്? അങ്ങേപ്പോലുള്ളവരോട് ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒഴിവാക്കണമെന്ന് അങ്ങ് ആത്മാർത്ഥമായ അവസാനമെങ്കിലും സമ്മതിച്ചത് അങ്ങ് ഒന്നുകൂടി ആവർത്തിക്കുകയല്ലേ ഈ ഘട്ടത്തിൽ വേണ്ടത്? ഞാനിപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. പ്രതിപക്ഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രതിപക്ഷം ഉണ്ടാക്കിയിട്ടുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു സത്യമാണോ ശ്രീലാൽ? ഇല്ലെന്ന് പറഞ്ഞാൽ അത് ആവില്ലല്ലോ. പൊതുസമൂഹം ധാരാളമായി ചർച്ച ചെയ്തിട്ടുണ്ട്, മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യം ഇനി ഉണ്ടാവാൻ പാടില്ലാത്ത വിധത്തിലുള്ള അതിസുതാര്യമായ പെരുമാറ്റ രീതികളാണ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ജെ ആർ പത്മകുമാർ, അതായത് ഈ രീതിയിൽ UDF കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ പോവുകയാണ്, ജനങ്ങൾ അത് വിശ്വസിക്കുമോ? അല്ല, എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബു അദ്ദേഹം തന്നെ ഇതിനെ ന്യായീകരിക്കാൻ പെടുന്ന പാട് നമ്മൾ ഇപ്പോൾ കണ്ടല്ലോ. ഇപ്പോൾ അഴിമതി നടന്നിട്ടുണ്ടോ, ഉണ്ടോ, ഇല്ലയോ എന്നൊക്കെ അദ്ദേഹം തന്നെ ഇത് പൊതുസമൂഹം ഉണ്ടാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നും വേണ്ട, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 14 മണിക്കൂർ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുന്നിൽ ചെന്നിരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ജുഡീഷ്യൽ കമ്മീഷൻ ചോദിച്ചു, നിങ്ങൾ നുണ പരിശോധനയ്ക്ക് വിധേയനാകാൻ സന്നദ്ധനാണോ എന്ന് ചോദിച്ചോ, പറ്റില്ല എന്ന് പറഞ്ഞത് അതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല എന്നുള്ളതിന് വെളിവല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് അധികാരം
കിട്ടിയാൽ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരാ വിശ്വസിക്കുന്നത്? എന്താണ് UDF ഭരണം എന്നുള്ള കാര്യം കുറേ കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഈ ഇവരിനി എത്ര നിയമസഭാ സമ്മേളനത്തിനകത്ത് പൊതിഞ്ഞു പറഞ്ഞാലും എത്ര അല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രവർത്തിച്ചാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയിൽ ഉണ്ട്. കേരളം ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച, അഴിമതി മാത്രമല്ല മറ്റ് ചില ആരോപണങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ സൂത്രധാരനും ഇതിൻ്റെയൊക്കെ തിരക്കഥാകൃത്തും ഇതിൻ്റെ നടനും നായകനും ഒക്കെ ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി ഏത് രീതിയിലുള്ള ഇതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും പൊതുസമൂഹം അത് പുച്ഛിച്ചു തള്ളുമെന്നുള്ളതിൽ യാതൊരു സംശയം. എന്തായാലും ഈ ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഭരണപക്ഷത്തു നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, മാധ്യമങ്ങളും ഉറ്റുനോക്കുന്നത്. ഇതിൽ ഏത് രീതിയിലുള്ള മറുപടിയാണ് നാളെ ഭരണപക്ഷത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. പ്രതിപക്ഷം എന്ത് നയമാണ് നാളെ നയപ്രഖ്യാപന സമ്മേളനത്തിൽ എടുക്കാൻ പോകുന്നത്, അതും കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ PM സുരേഷ് ബാബു, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ JR പത്മകുമാർ.